സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ ജയം രവി തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ചടങ്ങിൽ ഗവർണറോ എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സേഫും വിജിനുമുണ്ട് വിവരങ്ങൾ നൽകാനായി. അവർ അല്പസമയത്തിനകം തന്നെ ചേരും. അജയ്, ഞാൻ മാത്രമല്ല, നമ്മുടെ വിജിൻ വായത്തോടും ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഓണം വാരാഘോഷം, അജയ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഓണം വാരാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഓണം വാരാഘോഷം എന്ന് പറയുന്നത് ഒരു പൊളി സാധനമാണ്. അത് ഒരാഴ്ചക്കാലം ഞങ്ങൾ പൊളിച്ച് അടുക്കുന്ന സമയമാണ്. ഇനി ഒരാഴ്ചക്കാലം തിരുവനന്തപുരം നഗരത്തിൽ എവിടെ ഇറങ്ങിയാലും എന്തൊക്കെയാണ്, ലൈറ്റ് ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, ലൈറ്റ് ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, ലൈറ്റ് ഉണ്ട്, ഒരുപാട് ചമയങ്ങളുണ്ട്, വലിയ ഒരു ഘോഷങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് കളറാക്കുന്നത് ഈ സർക്കാരിന്റെ വാരാഘോഷം എന്നുള്ളതാണ്. അതുതന്നെയാണ് സംസ്ഥാനത്തും പൂർണ്ണമായും വലിയൊരു ഓണാഘോഷത്തിന്റെ പ്രതീതി ജനിപ്പിച്ച് ഓണത്തിന് തുടക്കം കുറിക്കുന്നതും അതുതന്നെയാണ്. ആ ആഘോഷത്തിനാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതെ, ഈ കവടിയാറിന്നേ, ഇവിടുന്ന് കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് ഈ സ്പോട്ട് വരെ ഈ സംഭവമുണ്ട്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത കാഴ്ചയാണ്. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഇവിടെ ലൈറ്റ് ഇടാൻ വേണ്ടി ലൈറ്റ് ഇട്ട് തുടങ്ങി. രാത്രി ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അജി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അജി കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഓണം വാരാഘോഷത്തിന് അല്പസമയത്തിനകം തുടക്കമാകുമ്പോൾ കനകക്കുന്ന് വേറെ വൈബിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇത് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ തവണ അങ്ങനെ കാര്യമായ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണയാണ് കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ അവർ നടത്തുന്ന അവസാനത്തെ ഓണാഘോഷമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിപുലമായിക്കോട്ടെ എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കലാപരിപാടികളുണ്ട്. നാളെ വിവിധ ചാനലുകൾ നടത്തുന്ന കലാപരിപാടികളുണ്ട്. നാളെ മീഡിയ വണ്ടിന്റെ ഒരു പരിപാടി പൂജപ്പുരയിൽ വെച്ച് ഉണ്ട്. പൂജപ്പുരയിൽ വെച്ചൊരു സംഗീത നിശ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ വണ്ടിന്റെ പേരിൽ ഒരു സംഗീത നിശ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് എല്ലാവരും തിരുവനന്തപുരം നഗരത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കാണേണ്ട കാഴ്ചകൾ ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഓണം കാണാറിഞ്ഞതാണോ? നാണിക്കണ്ട കാര്യം. ഇത് എല്ലാ ഓണാഘോഷത്തിനും ഈ ഓണം വാരാഘോഷത്തിനൊക്കെ വരാം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ചെറുതായിട്ടൊരു നാണം എന്നുള്ള ഈ വലിയ ജനത്തിരക്കാണ് നമുക്ക് എല്ലാ സമയങ്ങളും ഇവിടെ അനുഭവപ്പെടുന്നത്. വിജയ് ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന് ഇതിന്റെ ഭാഗമായി കാണാൻ വേണ്ടി വരുന്നത്? കല്യാണം കഴിഞ്ഞ ശേഷം 2ാമത്തെ ഓണമാണ് കേട്ടോ. അതിന്റെ ചെറിയ ക്ഷീണമുണ്ട് അവന്. ഞാനിവിടെ പഠിക്കാൻ വന്ന മുതൽ ഏകദേശം ഒരു 10 വർഷത്തിനടുത്തായി ഇവിടുത്തെ ഓണാഘോഷം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാ ആഘോഷവും വലിയ ആഘോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ അത് ഏറ്റെടുക്കാറുമുണ്ട്. പുറത്തുനിന്ന ആളുകൾ ഒക്കെ ഇവിടെ എത്തി ആ ആഘോഷത്തിന്റെ ഭാഗമാവുന്നത് ഈ തിരുവനന്തപുരത്ത് ഒരു പ്രധാന സവിശേഷതയാണ്. കാരണം എല്ലാ നാടുകളിൽ നിന്നും എത്തുന്ന ആളുകൾ ഈ തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം തന്നെ പരിസര പ്രദേശത്തൊക്കെ താമസിക്കുന്നുണ്ട്, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ അവരൊക്കെ തിരുവനന്തപുരത്ത് എന്ത് ആഘോഷം ഉണ്ടായാലും ആ ആഘോഷത്തിനോട് കൂടെ അങ്ങ് ചേരുകയാണ്. നിങ്ങൾ കണ്ണൂരുകാർക്ക് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ ആഘോഷ പരിപാടികളുണ്ട്. തിരുവനന്തപുരത്ത് ആദ്യം വന്നപ്പോൾ ഈ ഓണം വാരാഘോഷം കണ്ടപ്പോൾ എന്ത് തോന്നി? ഈ ലൈറ്റ് പരിപാടികളൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? തിരുവനന്തപുരത്തെ ഈ ലൈറ്റ് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത. പക്ഷേ നമുക്ക് ഓണം എന്നുള്ളത് അത് തിരുവനന്തപുരത്തെ സദ്യയല്ല, അതൊരു പ്രത്യേക സദ്യയാണ്. മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉൾപ്പെടെ. നിങ്ങൾ മലബാറിലെ മേഖലയിൽ? അതെ, മലബാറിലെ സദ്യ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് അറിയാമെങ്കിലും ഈ ഓണാഘോഷം ഇത്രയും വലിയ ആഘോഷമാണ് എന്ന് അറിയുന്നത് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ്. അതെ, അത് ഈ മലബാറുകാർക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഉള്ള ഒരു ഓണാഘോഷം, നമ്മളൊരു കൊച്ചു ആള് വരുന്നുണ്ട്. ഡേ ഓണം ഉണ്ടാ മതി. എല്ലാ ഓണത്തിനും വരാറുണ്ടോ? എല്ലാ ഓണാഘോഷ പരിപാടിക്കും? ഇല്ല, ഫസ്റ്റ് ടൈം. ഈ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ? അതെ. ഇവിടെ ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ ഈ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ നമ്മുടെ അംജിത് ഷെരീഫുണ്ട്. അംജിത് ഷെരീഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അംജിത്തെ വാ, അംജിത്ത് വരുന്നില്ല, എല്ലാവർക്കും നാണമാണ്. നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സാധിക്ക ഇതൊന്ന് കാണിച്ചു കൊടുത്താലാ. ഇതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനപ്പുറത്തേക്ക്, ഈ കനകക്കുന്നിന് തൊട്ടപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഈ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല കേട്ടോ, ഈ പല വേദികളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ ഗാനമേളയുണ്ട്,
ഈ പലതരത്തിലുള്ള കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പരിപാടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വിഷ്വലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 ആഴ്ചക്കാലമായി ഇത് തുടങ്ങിയിട്ട്. അമ്മേ, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയാണോ? ലൈറ്റ് കാണാൻ വേണ്ടി ഇറങ്ങാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ കൊച്ചുമക്കളൊക്കെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോടാമെന്ന് പറഞ്ഞു. അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പോയിരിക്കുവാണ്. അതെന്താ ഇവിടെ ഇരിക്കുന്നത്? നടക്കാനുണ്ട്, നേരെ നടക്കാൻ. ആയൊക്കെ ആയി. പിന്നെ ഇതൊക്കെ കണ്ട് രസിക്കണം. മക്കളെ അവരുടെ സന്തോഷത്തിന് ഇറങ്ങിയതല്ലേ, അന്നേരം അവരുടെ കൂടെ ഞാനും ഇറങ്ങി. അവരെ പഠിപ്പിച്ചുകൂടല്ലോ വീട്ടിൽ. ഞാൻ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കണ്ടല്ലോ. ഒരു വൈബ്. അതെ, അതുകൊണ്ട് അവരെയും കൂടെ ഞാൻ ഇറങ്ങിയതാ. അല്ലൊക്കെ എവിടെ പോയി? അതെല്ലാം കുടിച്ചിട്ട് പോയെങ്കിൽ കളിക്കാറായില്ല. അമ്മ എങ്ങനെ ഓണം പിള്ളേരുടെ കൂടെ ഓണം വൈബിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. ഈ പിള്ളേർ ഫോട്ടോ എടുക്കുന്നത്, ഈ ഫോട്ടോ സ്ഥലമൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരാഴ്ച കാലം മീഡിയകളിൽ എല്ലാ ദിവസവും ഉണ്ടാവും. നമ്മൾ ഓണത്തിൻ്റെ എല്ലാ പൾസും നമ്മൾ സ്ക്രീനിൽ എത്തിക്കും. ഈ ലൈറ്റിൻ്റെ സൗന്ദര്യം, വിവിധ കലാപരിപാടികൾ, കാഴ്ചകൾ, പിന്നെ വിജിൻ വായന്തോട്, ഷിജോ കുര്യൻ അടക്കമുള്ളവരുടെ ചളികൾ എല്ലാം സ്ക്രീനിൽ നമ്മൾ അടുത്ത ഒരാഴ്ചക്കാലം എന്തായാലും എത്തിക്കുന്നതായിരിക്കും.